ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റിൽ എന്താ പറയാ, ഒന്നും പറയാനില്ല, ഗംഭീര പടം. കാരണം ഞാൻ ഇങ്ങനെ പറയാം, സത്യം ഒരു നല്ലൊരു ആനിമി ഫാനാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു സീരീസ് തന്നെ ഡീമൺ സ്ലെയർ ആണ്. പിന്നെ എന്നെങ്കിലും ഇപ്പോൾ മുഗൻ ട്രെയിനൊക്കെ വന്ന സമയത്ത് അതൊക്കെ തിയേറ്ററിൽ കാണുന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു മൂവിയൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റണ്ടായി പോയി. പിന്നെ ലാസ്റ്റ് വന്ന ട്രെയിനിങ് ആർക്ക് അതും അടിപൊളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതും കാണാൻ പറ്റിയില്ല. പിന്നെ ഇത് എന്തായാലും നമുക്ക് കാണണം എന്ന് വെച്ചുകൊണ്ട് ഐമാക്സ് തന്നെ കാണണം എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി ഒരു 11:45 നമ്മുടെ കൊച്ചി സെൻട്രൽ സ്ക്വയർ മാളിലെ സിനിപോളിസിലാണ് കണ്ടത്. അപ്പോൾ സെപ്റ്റംബർ 12-ാം തീയതി റിലീസ് വന്നത്. പക്ഷെ അന്ന് തന്നെ കാണാൻ എനിക്ക് പറ്റിയില്ല, ടിക്കറ്റ് ഒന്നും കിട്ടാത്ത കാരണം. അപ്പോൾ അതിനും ബേസും അതും ഇല്ലാണ്ട് നമുക്ക് വേറെ ഇഷ്ടം പോലെ തിയേറ്ററുകളിൽ, കാരണം ഇങ്ങനെ ഒരു ആനിമി പടം ഇത്രയും തിയേറ്ററിൽ ഓടിക്കണമെങ്കിൽ അതിൻ്റെ റേഞ്ച് അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ അത്രയും അടിപൊളിയായതുകൊണ്ടാണ് അതിൻ്റെ റേഞ്ച് അറിയാലോ. അപ്പോൾ നമ്മുടെ ഇവിടെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും തളപതിയുടെയും സിനിമയൊക്കെ കണ്ട് ഫാൻ ഷോയ്ക്ക് പോയി ഒരു ക്രൗഡിന്റെ മുന്നിലിരുന്ന് കാണുന്ന പോലെ നമ്മൾ ഇതുപോലത്തെ ഒരു പടമൊക്കെ ഇരുന്ന് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പടമൊക്കെ ഇരുന്ന് കാണുന്നത്. പിന്നെ പടത്തിലേക്ക് വരാണെങ്കിൽ പടത്തിന്റെ മേക്കിംഗ് ഒന്നും പറയാനില്ല, പടത്തിന്റെ ക്വാളിറ്റി. കാരണം അത് ഐമാക്സിൽ തന്നെ കണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഞാൻ ആദ്യം ശരിക്കും പറഞ്ഞ 4DX പോയാലോ എന്നും ഉണ്ടായിരുന്നു മനസ്സിൽ. ഐമാക്സ് തന്നെ ആദ്യം ഐമാക്സ് തന്നെ പോകണം തന്നെയായിരുന്നു. പിന്നെ അത് അതിന്റെ ടിക്കറ്റും അപ്പൊ ആദ്യത്തെ ഒരു 3 ദിവസത്തെ ഇത് ടിക്കറ്റ് റേറ്റ് ഭയങ്കരമായിട്ട് ഒരു കൂട്ടിയായിരുന്നു. കാരണം ഇതിന്റെ ഇത് ടിക്കറ്റിന്റെ ഇത് സോൾഡ് ഔട്ട് ആയി പോണതുകൊണ്ട് ഇവര് ടിക്കറ്റിന്റെ റേറ്റ് നന്നായിട്ട് കൂട്ടിയായിരുന്നു. പിന്നെയാണ് രണ്ടും കൽപ്പിച്ച് തന്നെ ഐമാക്സ് തന്നെ കാണും. പക്ഷെ ഐമാക്സ് തന്നെ കണ്ടു തന്നെ ഇരിക്കണം. കാരണം ആ എക്സ്പീരിയൻസ് കാണണമെങ്കിൽ ഐമാക്സ് തന്നെ കാണണം. പരമാവധി ഇപ്പോൾ ആരെങ്കിലും കാണാൻ നിൽക്കണമെങ്കിൽ ഐമാക്സ് തന്നെ കാണണം. കാരണം വേറെ ഒരു ഇതും നോക്കരുത്. പരമാവധി ഐമാക്സ് തന്നെ കണ്ട് അതിന്റെ എൻജോയ് ചെയ്യുക. പിന്നെ പടത്തിലേക്ക് വരാണെങ്കിൽ പടത്തിലെ ഓരോരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഉണ്ടാവുന്ന ക്രൗഡ്, നമ്മൾ ഇങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ഒരു ആനിമി പടം കിട്ടും എന്നൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പൊ അവസാനം ഇറങ്ങിയ സോളോ ലെവലിങ് കണ്ടപ്പോൾ പോലും ഇത്ര ഉണ്ടായില്ല ഇങ്ങനെ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ നമ്മൾ അത്ര എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ ഇരുന്ന് കാണുന്നത്. പിന്നെ പടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിന് ഇപ്പം ഈ പടത്തിൽ കാണിച്ച ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറിയും പിന്നെ ഹീറോസിന്റെ ബാക്ക് സ്റ്റോറിയും എല്ലാം ഗംഭീരമായിട്ട് പിടിച്ചിട്ടുണ്ട് പടത്തിൽ. പിന്നെ സൗണ്ട് എഫക്റ്റ് ഒന്നും പറയാനില്ല. കാരണം അത്ര ഗംഭീരമായിട്ടുണ്ട്. മറ്റേ അക്കാസയൊക്കെ വന്ന ഒരു സീനുണ്ട്, അത് ഒന്നും പറയാനില്ല. ആ തിയേറ്ററിലെ സൗണ്ടും അക്കാസയുടെ മ്യൂസിക്കും ഒന്നും പറയാനില്ല. പിന്നെ ഇനോസ്കേനെ കാണിക്കുമ്പോൾ, പിന്നെ സെനിറ്റ്സൂൻ ആകാശമാരെ കാണിക്കുമ്പോൾ, അങ്ങനെ ഓരോരുത്തർ ക്യാരക്ടറിനെ കാണിക്കുമ്പോഴേക്കും തിയേറ്ററൊക്കെ കിടന്ന് വിറയ്ക്കണ രീതിയിൽ. കാരണം അത്ര ആളുകളൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു പടമൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ള തിയേറ്ററിലാണ്. ഇനി അടുത്ത പടം നമുക്ക് 2027 ഇനി ഇതിന്റെ അടുത്ത പടം നമുക്ക് പറഞ്ഞത്. ഇൻഫിനിറ്റി കാസ്റ്റിൽ പാർട്ട് 2, പിന്നെ അവസാനം എൻഡ്, മുസാനായിട്ടുള്ള ഫൈറ്റ്, അത്രയും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അടുത്ത പാർട്ടിലേക്കുള്ള ഒരു ഇതും ഇതിന്റെ ക്ലൈമാക്സിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ തന്നെ അടുത്ത പാർട്ട് കാണാം എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ ആ പടം നമ്മൾ കൊണ്ടുപോവുകയാണ്. പിന്നെ പറഞ്ഞത് ആരും OTT വന്നിട്ട് ക്രഞ്ചി റോളിലോ നെറ്റ്ഫ്ലിക്സിലോ വന്ന് ഇതിന്റെ കണ്ട് എക്സ്പീരിയൻസ് മനസ്സിലാക്കേണ്ട പരമാവധി തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണം. കാരണം ഇപ്പോൾ ആണെങ്കിൽ ഇഷ്ടംപോലെ ഷോ എല്ലാം ഇഷ്ടംപോലെ തിയേറ്ററിലും അടുത്തൊക്കെ തിയേറ്ററിലൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇതിന്റെ ഒരു ക്രൗഡിന്റെ തിരക്ക് കൊണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണം ശ്രമിക്കണം. അപ്പോൾ പിന്നെ ഇതിനെപ്പറ്റി വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം ഞാൻ ഇനി പറഞ്ഞപ്പോൾ സ്പോയിലറായിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്കത് കണ്ട് തന്നെ നിനക്കത് മനസ്സിലാവണം. അപ്പോൾ ഇതിന്റെ പാർട്ട് 2 എത്രയും പെട്ടെന്ന് വരണം എന്നാണ് എൻ്റെ മനസ്സിനും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. അപ്പോൾ നമുക്കിനി ഒരു അടുത്ത മൂവിയുടെ റിവ്യൂവിന് വേണ്ടി നല്ലൊരു മൂവി ഇനിയിപ്പോൾ അടുത്തത് ഏതാ വരുന്നത്, നമുക്കിനി കാന്താര വന്നിട്ട് തോന്നുന്നു നല്ലൊരു സിനിമ വെയിറ്റ് ചെയ്യണത് അടുത്ത കാന്താരയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.